ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് USA നിന്ന് പേർ വെളിപ്പെടുത്താത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഈ ഡിസംബർ മാസം തീരുന്നതിന് മുമ്പേ 2025 താൻ കേട്ട മുഴുവൻ വാഗ്ദത്തങ്ങളും തൻ്റെ മേളിൽ നിവർത്തീകരിക്കപ്പെടേണ്ടതിനായിട്ട്, ചില വലിയ അത്ഭുതങ്ങൾ തൻ്റെ ജോലിയിൽ വെളിപ്പെടേണ്ടതിനായിട്ട്, താൻ ദൈവവേല ആഗ്രഹിക്കുന്നുണ്ട്, ദൈവപ്രവർത്തികൾ നടക്കേണ്ടതിനായിട്ട്, ഒരു കുടുംബമായി ആത്മാവിൽ ഒരു ഉയർച്ച കാണേണ്ടതിനായിട്ട്, അതേപോലെ തന്നെ അടുത്തൊരു പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് നീണ്ട നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവ് ഇവർക്ക് വേണ്ടി അസാധാരണമായ ഒരു തലമുറയെ കൊടുക്കേണ്ടതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ലേറ്റായി എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ശമൂവേലിനെ ദൈവം കൊടുത്തതുപോലെ, ഒരു യോഹന്നാൻ സ്നാപകനെ ദൈവം കൊടുത്തതുപോലെ ഇതൊരു ഭയങ്കര ദൈവമഹത്വത്തിൻ്റെ ടെസ്റ്റ് മണിയായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു അത്ഭുത സാക്ഷ്യമായിരിക്കും, ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയായിരിക്കും. എൻ്റെ കൂടെ കണ്ണുകൾ അടച്ചിപ്പോൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ പ്രിയ സിസ്റ്ററിനെ കുടുംബത്തെ ഏൽപ്പിക്കാം. ഇവർ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ, വലിയ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരിയുടെ കേട്ട വാഗ്ദത്തങ്ങൾ ഈ 2025 നിവൃത്തിയിലേക്ക് വരട്ടെ. അങ്ങാണല്ലോ പറഞ്ഞത്, അങ്ങ് മാറാത്തവനാകിയാൽ ഞാനിത് വലിയ സാക്ഷ്യമായി കാണുന്നതിനായി സ്തോത്രം. ഇവരുടെ മിനിസ്ട്രിയിൽ ഭയങ്കര ചലനം ഉണ്ടാകട്ടെ. ഇവരുടെ ദൈവവേലയിൽ പ്രയോജനപ്പെട്ടെ. ജോലിയിൽ ഭയങ്കര ഉയർച്ചകൾ വരട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, എക്സാമിന് വേണ്ടിയുള്ള വഴികൾ തുറക്കട്ടെ, ജോലിക്കകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, പ്രമോഷനുകൾ നടക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ, അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ പറ്റുന്ന ഒരു ശമൂവേൽ പ്രവാചകൻ പുറത്തു വരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. അന്നെ പ്രാർത്ഥിച്ചതുപോലെ ഒരു ദൈവത്തിൻ്റെ കരം ഈ മകളുടെ മേളിൽ വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി നടന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയരെ, ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുന്നത്. കർത്താവിൻ്റെ ആ വലിയ കരുണയ്ക്കായി ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഓരോ ദിവസവും മിനിസ്ട്രി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആ വലിയ സ്നേഹം കാണുവാനായിട്ട് ഇന്നും ഈ വചനം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം വാക്കുമാറാത്തവനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ലെന്ന്? ദൈവത്തിൻ്റെ വചനം നിവർത്തിയാകുമെന്നുള്ളത് ആ നിലകളിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം. കർത്താവിൻ്റെ വചനത്തിനകത്ത് ഞാൻ ഉറയ്ക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിനകത്ത് ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവവചനം എൻ്റെ മേളിൽ നിവർത്തിയാകുകയാണ്. കാരണം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം വ്യക്തമായി പറയുന്നു, പിതാവിൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അതിൻ്റെ കാര്യം തികച്ചിട്ട് അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവത്തിൻ്റെ വഴികൾ തുറന്നു വരാൻ പോവുകയാണ്. കാരണം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിനോട് ദൈവത്തിന് പറയാനുണ്ട്, മറ്റാർക്കും തുറക്കാത്ത ചില വാതിലുകൾ നിന്റെ മുമ്പിൽ ദൈവം തുറക്കും. കാരണം 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, വചനം എൻ്റെ പാതകളെ തുറക്കുന്നതാണ്. വചനം എനിക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകൾ തുറക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മറക്കരുത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ അയക്കപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയണം. 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗത്തിൽ ഓടുന്ന അവൻ്റെ വചനം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തെ നിങ്ങൾ എവിടെ നിന്നാണോ റിസീവ് ചെയ്യുന്നത്, ആ വചനത്തിൻ്റെ ശബ്ദം
നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് ഈ വചനത്തിൻ്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി കയറി ചെല്ലും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ചില അധികാരികളെ തൊടുവാനായിട്ട്, ചിലവർക്ക് വേണ്ടി ജോലിയുടെ വഴികൾ തുറക്കേണ്ടതിനായിട്ട്, അതേപോലെ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് എന്നിൽ സൗഖ്യത്തെ കൊണ്ടുവരും. അതേപോലെ എനിക്ക് സ്വതമേ ചലിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ കുഴിയിലാണെങ്കിൽ ഹല്ലേലൂയ ഈ വചനം എന്നെ കരകയറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് നിങ്ങളെ കരകയറ്റാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിശ്വസിക്കുക, ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരുമെന്നുള്ളത്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ഞാനൊന്ന് പറയാം. ദൈവശബ്ദത്തെ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിനു മീതെ ഇരുളായിരുന്നു, എന്നാൽ വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രിയരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ദൈവമാണ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത്. എന്നാൽ 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ഭൂമി പാഴും ശൂന്യവും ആഴത്തിന് മീതെ ഇരുളുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ 3 തിന്മകൾ വാണുകൊണ്ടിരുന്നു. 1 പാഴാണ്, 2 ശൂന്യമാണ്, 3 ഇരുളാണ്. ഇതേപോലെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടോ? ജീവിതത്തിനകത്ത് എങ്ങും എത്താൻ പറ്റാത്ത രീതിയിൽ ജീവിതം മുഴുവൻ പാഴായതുപോലെ, സാമ്പത്തികമെല്ലാം ശൂന്യമാക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയാം, ഇരുട്ടായതുപോലെ നിൽക്കുന്നവരുണ്ടോ? ഇതാ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം. നിങ്ങളിത് പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിലാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ പറയുന്ന ഓരോ ആമേനും, നിങ്ങൾ പറയുന്ന ഓരോ ഹല്ലേലൂയയ്ക്കും, നിങ്ങൾ ദൈവശബ്ദത്തിനകത്ത് പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നിടത്ത് പിതാവായ ദൈവം അധരം തുറന്നുകൊണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ചിലത് ദൈവം കൽപ്പിക്കും, നിങ്ങൾക്ക് വേണ്ടി ചിലത് ക്രിയേറ്റ് ചെയ്യും. കാരണം അവൻ എൽശദായിയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഉളവാക്കും. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിച്ച്, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവം ആഴമേറിയ അത്ഭുതങ്ങളെ തുറക്കുന്നവരാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം. ഒരു മനുഷ്യൻ ഒരു രാത്രി തീരുമാനത്തോടെ പ്രാർത്ഥിച്ചു. യാക്കോബാണ് യാബോക്കിൻ്റെ കടവിൽ തനിക്കുള്ളതെല്ലാം അക്കരയാക്കിയിട്ട് തനിയെ ശേഷിച്ചു. ആ രാത്രിയിൽ തൻ്റെ തീരുമാനത്തുള്ള പ്രാർത്ഥനയാണ് തൻ്റെ പേരിന് മാറ്റി വിളിക്കുകയും ഇസ്രയേൽ എന്ന രാജ്യം പൊങ്ങി വരിക. അവനിലൂടെയാണ് ഇസ്രയേൽ എന്ന രാജ്യം ഉടലെടുക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, തീരുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടാണെങ്കിൽ നിങ്ങളുടെ പേര് മാറാൻ പോകുന്നു, നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു. നമ്മുടെ സാഹചര്യത്തിലല്ല പ്രിയരെ ജീവിക്കുന്നു. സാഹചര്യം നമ്മെ നോക്കിയാൽ പലപ്പോഴും തീരുമെന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസത്തിൽ ദൈവശബ്ദത്തിനകത്ത് പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രതികരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ ഇതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കര ഉയർത്താനോ പ്രാർത്ഥിക്കാനോ ഒക്കെ പറ്റിയാൽ അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിൽക്കുന്ന പത്രോസിൻ്റെ പടകനെ ഒറ്റ ശബ്ദത്താൽ നിറയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കേ, പരാജയപ്പെട്ട കടലിൽ, പരാജയപ്പെട്ട പടകിൽ, പരാജയപ്പെട്ട ആ വലയിൽ ഒറ്റ ശബ്ദത്തിനകത്ത് വലിയ നിറവ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയും. ഹല്ലേലൂയ. ആത്മാവിൽ വിശ്വസിക്ക്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് എനിക്ക് വേണ്ടി അങ്ങൊന്ന് പ്രവർത്തിക്കണമേ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് അസാധാരണമായി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അവിടെ അസാധാരണമായി ദൈവപ്രവർത്തികൾ സംഭവിക്കും. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചില ദൂതുകൾ നിവൃത്തിയായി തീരട്ടെ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഞാനത് കാണുകയാണ്. ചിലവരെ കാല് കൈകൾ ഹല്ലേലൂയ അനക്കാൻ പറ്റാതെ, ഉയർത്താൻ പറ്റാതൊക്കെ നിന്നത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായി സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കണം. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, കർത്താവിൻ്റെ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിനകത്ത് വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ചില
ചിലത് തുറന്നു വരുന്ന രീതിയിൽ, നിങ്ങളുടെ കണ്ണുകൾക്ക് ആശ്ചര്യമാകുന്ന രീതിയിൽ നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പ്രതികരിച്ചു തുടങ്ങണം. അതേ നിലയിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1:9 വാക്യത്തിൽ വരുമ്പോൾ, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വചനം വ്യക്തമാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ വചനത്തെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടിനകത്തൊരു വെളിച്ചം വെളിപ്പെട്ട് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വെളിച്ചം വെളിപ്പെട്ട് വരികയാണ്. അസാധാരണമായ നിവർത്തീകരണങ്ങൾ സംഭവിക്കാൻ പോകുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:12 വാക്യത്തിൽ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെയാണ്, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം വെറുതെ പോകത്തില്ല, എനിക്ക് വേണ്ടി ഇതൊരു അത്ഭുതമായി തീരുമെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രതികരിച്ചു തുടങ്ങുന്ന ചില തിമായിയുടെ മകനായ ബർത്തിമായിമാർ ഇപ്പോൾ ചലിക്കുന്നുണ്ട്. സാഹചര്യം മുഴുവൻ വിരോധമാണ്, ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു എതിർപ്പുകളുടെ നടുവിൽ അവൻ വിശ്വാസത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ചിലവർക്ക് വേണ്ടി ഇപ്പോൾ എൻ്റെ കർത്താവ് നിൽക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ നിങ്ങൾ പകച്ചു നിൽക്കുന്നത്, എവിടെയാണോ നിങ്ങൾ മടുത്ത് നിൽക്കുന്നത്, അവിടെ എല്ലാം ഇപ്പോൾ നിങ്ങളുടെ നിരാശകളെ മാറ്റുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ലജ്ജയെ മാറ്റാൻ തക്കവണ്ണം, നിങ്ങളുടെ നിന്ദയെ മാറ്റാൻ തക്കവണ്ണം, നിങ്ങളുടെ തലകുനിഞ്ഞിരിക്കുന്ന അവസ്ഥകളെ മാറ്റാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ വിശ്വാസം ഏറ്റുപറയുന്നവരായിത്തീരണം. വിശ്വാസം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ക്ലെയിം ചെയ്യുകയാണ്. ഈ വചന സന്ദേശം ഞാൻ കേൾക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ദൈവം എന്തോ ഒന്ന് ഈ സമയത്ത് ചെയ്യാൻ പോകുന്നു. വിശ്വാസം പറഞ്ഞു തുടങ്ങണം. വിശ്വാസം പറയാനുള്ളതാണ്, വിശ്വാസം പ്രവർത്തിക്കാനുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു ആഴമേറിയ വാക്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. 7-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. നിങ്ങൾ നോക്കി, ആ 2 വാക്യങ്ങൾ വ്യക്തമായി പറയാണ്. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. യാചിക്കുന്നവന് ലഭിക്കും എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ സംശയിക്കുന്നവന് ഒന്നും ലഭിക്കത്തില്ലെന്ന് വ്യക്തമായി അവിടെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംശയത്തെ മാറ്റിയിട്ട് അത്ഭുതകരമായി എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചിലവരുടെ കൈകാലുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകും. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് കാരണം കാല് മുഴുവൻ പെരുപ്പും വേദനയും, കാല് നിലത്ത് കുത്താൻ കഴിയാതെ ചിലവരുണ്ട്, അറിയാം വല്ലാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടണം, നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി ഇപ്പോൾ ഒരുങ്ങണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് ഒരു വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒരത്ഭുതം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആ കർത്താവ് എന്നെ തൊടുന്നു എന്നുള്ള അനുഭവത്തിനകത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആഴം പറയട്ടെ. ബൈബിളിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചതായി കാണുന്നു. നമ്മളോട് പലരും ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥന, ദൈവം എനിക്ക് അതിനുവേണ്ടി ചെയ്യണം, ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, ദൈവം എനിക്ക് വേണ്ടി അതൊന്ന് പ്രവർത്തിച്ചാൽ നല്ലതായിരുന്നു. ഇതെല്ലാം സത്യമാണ്. ദൈവം പ്രവർത്തിക്കും, ദൈവം സ്പർശിക്കും, ദൈവം സൗഖ്യമാക്കും. പക്ഷേ ഒന്നുകൂടെ ഞാൻ ഒരു പദം വിളിച്ചു പറയുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നുവരെയും ദൈവരാജ്യം, സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ബലാത്കാരിയായാൽ എൻ്റെ ദൈവത്തിൽ ഞാനത് പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ബലത്തിൽ പ്രാർത്ഥിച്ചാൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെയും ശീലാസിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവർ ബലാത്കാരികളായിരുന്നു. കാരണം നിരാശപ്പെടുകയല്ല, സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമായി, കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി, ശരീരം മുഴുവൻ മുറിവേറ്റ് വല്ലാതൊരു വേദനയിൽ നിൽക്കുമ്പോൾ അവർ രാത്രിയിൽ സ്തുതിച്ചു, അവർ രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ സ്തുതിച്ചു, അവർ ആരാധിച്ചു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ മേളിൽ എന്തോ ഒരു വലിയ വാതിൽ തുറന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ചിലരോട് ഞാൻ ഒന്നുകൂടെ ഇന്നത്തെ വചന സന്ദേശം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ തലകുനിക്കേണ്ടി വരത്തില്ല. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനൊരു പദം വിളിച്ചു പറയട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം പിടിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഈ സാഹചര്യം നോക്കുമ്പോൾ എല്ലാം തീർന്നെന്ന് പറഞ്ഞാലും ദൈവമാണ് നിങ്ങളെ വിളിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ദൈവമാണ് നിങ്ങളെ കരം പിടിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ
ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനൊക്കെ താഴമേറിയ വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിങ്ങളെ കൈവിടത്തില്ല എന്നുള്ള വലിയ ബോധ്യം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾ ലജ്ജിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വേഗത്തിൽ ഒരു 3 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യാൻ പോകുകയാണ്. സങ്കീർത്തനം 34 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിനെ നോക്കി ഇറങ്ങിയവരോട് കർത്താവിന് പറയാനുണ്ട്, നീ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ സാഹചര്യത്തിനകത്ത് കൂടെ നിന്നവരെല്ലാം നമ്മുടെ കഷ്ടത്തിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മെ വിട്ട് അകലുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ഏറ്റുപറയണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറ, ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, ഞങ്ങൾ തകർന്നു പോകത്തില്ല, ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ലെന്നുള്ളതാണ്. എങ്കിൽ രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 25-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്തൊരു വലിയ വ്യക്തതയുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർത്ത് കൊണ്ടുവന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞേ. എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നാളുകളായിട്ട് ജോലിക്ക് ട്രൈ ചെയ്തു, ഒന്നും നടക്കുന്നില്ല. നാളുകളായി ഒരു വിവാഹത്തിന് വേണ്ടി നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല. നാളുകളായിട്ട് വിദേശത്ത് പഠിക്കുവാനായിട്ട് പോകാൻ നോക്കുന്നു, സാഹചര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന് വേണ്ടി നിങ്ങളൊന്ന് കാത്തിരുന്നേ. അവനെ കാത്തിരുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ അവനെ കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും പലരും നമ്മെക്കുറിച്ച് പലതും പറയുന്നുണ്ടാകാം. ഹല്ലേലൂയ. നമ്മളെല്ലാ നിലയിലും തകർന്നു പോകുമെന്നും നമ്മളിനി മുമ്പോട്ട് പോകത്തില്ലെന്നൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. 3-ാമത്തെ വാക്യത്തിനകത്തോട്ട് വരികയാണ്. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുൾ ചെയ്തിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്നവരെ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. തിരുവെഴുത്ത് വ്യക്തമായി ഇത് അരുൾ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന്? നമ്മെക്കുറിച്ച് നമ്മുടെ ചുറ്റും നിൽക്കുന്ന പലരും ഇങ്ങനായിരിക്കാം പറയുന്നത്. സങ്കീർത്തനക്കാരൻ 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇത് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെക്കുറിച്ച് പലരും പറയുന്നു അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാ വചനം പറയുകയാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരാണ്. ദൈവത്തിലേക്ക് നോക്കിയവർ, ദൈവത്തെ കണ്ടിറങ്ങിയവർ, അവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. എൻ്റെ ദൈവം നിൻ്റെ മഹത്വമാണ്, എൻ്റെ ദൈവം നിനക്ക് ചുറ്റും പരിചയമാണ്, നിൻ്റെ തലയെ അവൻ ഉയർത്തിയിരിക്കും നിശ്ചയമായിട്ടും. പഴയ നിയമത്തിൽ ഒരു ഭക്തനെ നമുക്ക് കാണാൻ പറ്റും. ആ ഭക്തനായ യോസെഫിനെ നിങ്ങൾ നോക്കിയേ, ദൈവം അവൻ്റെ സ്വപ്നം കൊടുത്തു. ആ സ്വപ്നം അവൻ കണ്ട് മറ്റുള്ളവരോട് പറഞ്ഞ സമയത്ത് തന്നെ അവൻ്റെ ജീവിതത്തിനകത്ത് വലിയ എതിരുകൾ വന്നു. ഹല്ലേലൂയ. അവൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, സ്വപ്നം കണ്ട യോസെഫിനോട് നമ്മൾ ചോദിക്കണം, പൊട്ടക്കിണറാണോ നിന്റെ സ്വപ്നം? ഹല്ലേലൂയ. അവൻ വിളിച്ചു പറയും, സ്വപ്നം കാണിച്ചവൻ എന്നെ ഈ പൊട്ടക്കിണറ്റിൽ ഒതുക്കത്തില്ല. അവിടെ നിതാ അവൻ അടിമച്ചന്തയിലേക്ക് വരികയാണ്. ആ അടിമച്ചന്തയിൽ നിതാ അവൻ പൊത്തീഫറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അടിമച്ചന്തയിൽ അവൻ വസ്ത്രമില്ലാതെ നിൽക്കുമ്പോൾ സ്വപ്നം കാണിച്ചവൻ ഇതാ അവന് വേണ്ടി ഒരു മന്ത്രിക്കുപ്പായം തച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മടുത്തു പോകാതെ, സാഹചര്യങ്ങൾ എത്ര വിരോധമാണെങ്കിലും ഈ മണിക്കൂറുകൾ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഇതാ പൊത്തീഫറിന്റെ വീട്ടിൽ വന്നു, പൊത്തീഫറിന്റെ വീട്ടിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കാം. പക്ഷേ ഇതാ സ്വപ്നം പൊത്തീഫറിന്റെ വീട്ടിൽ ഉയരുമെന്നുള്ളതല്ല, അവൻ ആ രാജ്യത്തിന്റെ മന്ത്രിപദത്തിൽ എത്തുമെന്നുള്ളതാണ്. അവൻ കാരാഗ്രഹത്തിലേക്ക് പോവുകയാണ്. കാരാഗ്രഹത്തിൽ എല്ലാം തീരുമെന്ന് പറയുമ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, അവൻ കണ്ട സ്വപ്നം കാരാഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല, അവനെ മന്ത്രിപദത്തിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുക. എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കുമെന്നുള്ളതും എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറക്കുമെന്നുള്ളതും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ചിലവർക്ക് വേണ്ടി ഞാൻ ഒരു
കൂടെ ഒന്ന് കയറി പറയുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്നെ കേൾക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനകത്തും ഒട്ടും പിന്മാറരുത്. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലുത് കരുതാൻ തയ്യാറാകും. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറക്കാൻ തയ്യാറാകും. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ചിലരോട് എനിക്കൊരു പദം കൂടെ പറയാനുണ്ട്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കാതെ ഒരു മാർഗവും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ എൻ്റെ ദൈവം വഴിവെട്ടുന്നവനാണ്. എൻ്റെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒറ്റ രാത്രിയിൽ ചെങ്കടലിൽ വഴിവെട്ടിയവനാണ്. ഇതേപോലെ അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. യോസെഫിനോട് ചോദിച്ചാൽ യോസെഫിൻ്റെ സഹോദരന്മാർക്ക് അവൻ്റെ ഇന്നലകളെ അറിയാവൂ, അവൻ്റെ നാളെ എന്താകുമെന്ന് അറിയത്തില്ല. പൊത്തിഫറിനോട് ചോദിച്ചാൽ പൊത്തിഫർ പറയും, എൻ്റെ ഇന്നലകളെ എനിക്കറിയാം, എൻ്റെ നാളെ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ആദ്യനും അന്ത്യനുമാണ്, അവൻ ആൽഫയും ഒമേഗയുമാണ് എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ആ നിലയിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലവർക്ക് വേണ്ടി ഞാനൊരു കഥ നിങ്ങളുടെ മുമ്പിൽ, ഞാൻ അറിഞ്ഞ ഒരു കഥ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനും മകനുമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ നല്ലതുപോലെ അവർ ജീവിക്കുകയാണ്. അവർക്ക് കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലവും ഒരു കുതിരയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ കുതിര പെട്ടെന്ന് അവരെ വിട്ട് ഓടി കാട്ടിലേക്ക് പോയി. ആ കാട്ടിലേക്ക് പോയപ്പോൾ അതറിഞ്ഞ അയൽക്കാർ, ദേശവാസികൾ ഓടി വന്നിട്ട് ഈ കൃഷിക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ അനർത്ഥമായി പോയി, എന്ത് ചെയ്യും നിങ്ങളിനി? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഞങ്ങൾക്ക് വലിയ വിഷമമായി. എന്നാൽ കൃഷിക്കാരനും മകനും ദൈവത്തിൽ അധികമായി വിശ്വസിക്കുന്നവരാണ്. കൃഷിക്കാരൻ ആ ഗ്രാമവാസികളോട് ചോദിച്ചു, എന്താണ് അനർത്ഥമെന്ന് പറയുന്നത്? കുതിര പോയതാണോ? അവൻ ആശ്വസിപ്പിച്ചു, ഞാൻ അനർത്ഥത്തിലല്ല, ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഏകദേശം ഉച്ചയായ സമയത്ത് കുതിരയ്ക്ക് വേണ്ടി വെള്ളവും തീറ്റയും ഒരുക്കുന്ന സമയമായപ്പോൾ കുതിര ഇതാ കാട്ടിൽ നിന്ന് തിരിച്ച് കൃഷിക്കാരൻ്റെ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. കുതിരക്കാരൻ തലപൊക്കി നോക്കുമ്പോൾ ആ കുതിരയോടെ 12 കാട്ടുകുതിരകളോട് വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട കൃഷിക്കാരനും മകനും വേഗത്തിൽ ആ 12 കാട്ടുകുതിരകളെ വേലിക്കെട്ടിലാക്കി, വേലിവളപ്പിലാക്കി അവർ വേലി അടച്ചു. 12 കാട്ടുകുതിരകളൂടെ തൻ്റെ കുതിരയുടെ കൂടെ വന്ന് എന്ന് കേട്ട അയൽക്കാരും ദേശനിവാസികളും ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര ഭാഗ്യകരമാണ്, ഇത് വലിയ സന്തോഷ വാർത്തയാണ്. ഉടനെ കൃഷിക്കാരൻ പറഞ്ഞു, ഇത് വലിയ ഭാഗ്യമാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഇത് വലിയ സന്തോഷ വാർത്തയാണെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, അടുത്ത ദിവസങ്ങളിൽ ആ കൃഷിക്കാരൻ്റെ മകൻ, യൗവനക്കാരൻ, അവൻ ഒരു കുതിരയെ മെരുക്കുവാനായിട്ട് കുതിരയുടെ മുകളിൽ ചാടിക്കയറി. ആ കുതിരയെ മെരുക്കുന്ന സമയത്ത് കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീണ് അവൻ്റെ കാലൊടിഞ്ഞു പോയി. കാലൊടിഞ്ഞപ്പോൾ അതേ ദേശനിവാസികൾ, അതേ അയൽക്കാർ വീണ്ടും ആ ഭവനത്തോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ കുടുംബത്തിനകത്ത് വീണ്ടും വലിയ അനർത്ഥങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ കൃഷിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത് അത് അനർത്ഥമാണെന്നുള്ളത്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം നന്മയ്ക്കായി ഇത് തീർക്കും. നിങ്ങൾക്കറിയാമോ, ഇത് പറഞ്ഞ് അടുത്ത ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൃഷിക്കാരനും മകനും താമസിക്കുന്ന രാജ്യവും അയൽ രാജ്യവും തമ്മിൽ വലിയ യുദ്ധം നടക്കാൻ തുടങ്ങി. യുദ്ധത്തിൽ കൃഷിക്കാരൻ താമസിക്കുന്ന രാജ്യത്തിൽ യൗവനക്കാർ കുറവായതുകൊണ്ട് പട്ടാളത്തിലേക്ക് ചേർക്കേണ്ടതിനു വേണ്ടി ആ ദേശത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്ന സമയത്ത് ഇതാ കൃഷിക്കാരൻ്റെ മകൻ്റെ കാലൊടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവനെ പട്ടാളത്തിൽ ചേർക്കുവാൻ അവൻ യോഗ്യനല്ലായിരുന്നു. അവന് റെസ്റ്റുള്ള സമയമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ യുദ്ധം അധികമായി വർദ്ധിച്ചപ്പോൾ ഇതാ അനേക ചെറുപ്പക്കാർ ആ യുദ്ധത്തിൽ മരിച്ചു വീഴുകയാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ കൃഷിക്കാരനും മകനും ആ യുദ്ധ സമയത്തും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ മുമ്പോട്ട് പോയി. ഇന്നലകളിൽ അനർത്ഥമാണെന്നും ഇന്നലകളിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ പലവരും ഈ യുദ്ധത്തിനകത്ത് മരിച്ചെങ്കിലും ദൈവം സകലതും നന്മയ്ക്കായി തീർക്കുമെന്നും ദൈവം തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുമെന്നും കൃഷിക്കാരൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇന്നലകളെ മാത്രമല്ല, സകലതും അറിയുന്ന, സകലതും കാണുന്ന, സകലതും ഒരുക്കുന്ന ഒരു ദൈവത്തെ കൃഷിക്കാരന് വലിയ ബോധ്യമായിരുന്നു. അവൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് തൻ്റെ മകൻ കുതിരപ്പുറത്തുനിന്ന് വീണതും നന്മയ്ക്കായി എന്നുള്ള വലിയ ബോധ്യം തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ചില രോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ചില പ്രതികൂലങ്ങൾ, ഇത് കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥകളല്ല
ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വാതിലുകൾ തുറക്കാനുണ്ട്. അതിന് ചിലത് കാരണമായി തീരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന അനുഭവങ്ങൾ മാത്രം വിശ്വസിച്ച് തീരരുത്. എൻ്റെ ദൈവം ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. അവൻ തുടക്കം മാത്രമല്ല, അവൻ ഒടുക്കം കൂടെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഉറപ്പായി വിശ്വസിക്കണം. നിങ്ങൾ നിന്ദിക്കപ്പെടത്തില്ല എന്ന് ഉറപ്പായി വിശ്വസിക്കണം. കാരണം എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ എന്നും പ്രാർത്ഥനയോടെ എന്നും പ്രതീക്ഷയോടെ നിൽക്കുന്നു ഒരു ദൈവവൈതലെ ദൈവം തള്ളിക്കളയത്തില്ല. 51-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ഈ 2-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും ഭയത്തോടും കണ്ണുനീരോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ അനർത്ഥത്തിൽ തീരത്തില്ല. അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ അറിയാത്ത ചില നന്മകൾ അവന് വേണ്ടി ദൈവം തുറക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിലൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അറിയാത്ത ചില വാതിലുകൾ, നിങ്ങൾ അറിയാത്ത ചില നന്മകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ എത്ര വിശ്വസിക്കുന്നുണ്ട്? കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിച്ചു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വേഗത്തിൽ വിളിക്കണം. നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിൽ കൊല്ലത്തും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പ്രാർത്ഥനയിലായിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ കടന്നു വരണം. വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. ദൈവം നിശ്ചയമായി നിങ്ങളെ തൊടും. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നിങ്ങൾ കാണും. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. പ്രിയരെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ തകർന്നു പോകത്തില്ല, ഇവർ നിന്ദിക്കപ്പെട്ടു പോകത്തില്ല, ഇവർ ലജ്ജിച്ചു പോകത്തില്ല. കാരണം ഞങ്ങളെ വിളിച്ചൊരു ദൈവമുണ്ട്. അവൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. കർത്താവെ, സകലതും നന്മയ്ക്കായി ചെയ്യണമേ. വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ, വലിയ ദൈവപ്രവർത്തികളെ ചെയ്യണമേ. അപ്പാ, യേശുവിൻ്റെ തിരുരക്തത്തിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ ഇവർ സൗഖ്യമാകണമേ. ഇപ്പോൾ തന്നെ ഇവരുടെ വഴികളെ തുറക്കണമേ. ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറക്കണമേ. അപ്പാ, ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വേണ്ടി വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നത് എനിക്ക് കാണാം. ചിലവർക്ക് വേണ്ടി ജോലിയുടെ വാതിലുകൾ തുറക്കുകയാണ്. ആശുപത്രി കിടക്കയിൽ നിങ്ങൾ ഡിസ്ചാർജ് ആകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഇന്നലകളല്ല എൻ്റെ ദൈവം അടുത്ത മണിക്കൂറിൽ സന്തോഷത്തിനായി നന്മയ്ക്കായി ചിലത് ചെയ്യുകയാണ്. എൻ്റെ കർത്താവ് വിശ്വസ്തനാകിയാൽ ഈ മക്കളെ ദൈവം മാനിക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശവും ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.